ഇന്നുണ്ടല്ലോ കുറച്ച് പ്രാച്ചിയാണ് കിട്ടിയത്. ഇതിനങ്ങനെ തന്നെയല്ലേ പറയാം, ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് കഴുകി മസാലയൊക്കെ തേച്ച് ഞാനിന്ന് ഷെഫ് പിള്ളൈ ഫിഷ് നിർവാണ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വായൻ്റെലൊക്കെ പോയി നല്ലൊരു വലിയ വായൻ്റെല തന്നെ അങ്ങോട്ട് വെട്ടി. ഏതായാലും വെട്ടല്ലേ, വെട്ടുമ്പോൾ അങ്ങോട്ട് വലുതന്നെ ആയിക്കോട്ടെ വിചാരിച്ച്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് മാങ്ങ, ഇഞ്ചി അതൊക്കെ അവിടെ അരിഞ്ഞ് വെച്ച്. അതിൻ്റെ ഇടയിൽ എൻ്റെ ബാത്റൂം കഴുകാൻ ഒരു പണിക്കാരനെ കിട്ടി. അപ്പോൾ മൂപ്പര് നന്നായിട്ട് ബാത്റൂമൊക്കെ കഴുകുന്നുണ്ട്. നല്ല ഫോമിൽ കഴുകി സെറ്റപ്പാക്കി അവിടെ വെക്കണ്ടവന്. അപ്പോൾ അത് അടക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ഫിഷ് നിർവാണയിലേക്ക് തിരിച്ച് വരാം. പിന്നെ നല്ല സ്റ്റൈലായിട്ട് പാനൊക്കെ അങ്ങോട്ട് തിരിച്ച് മീനങ്ങോട്ട് പൊരിക്കാനിട്ട് നല്ല സ്റ്റൈലിൽ തന്നെയാണ് മീനൊക്കെ പൊരിച്ചെടുക്കണത്. പക്ഷെ അതങ്ങോട്ട് മറിയണില്ല. അങ്ങനെ ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ശാല ഫ്രൈ ഒക്കെ ചെയ്ത് ഞാൻ അതവിടെ റെഡിയാക്കി. ആ മീനിനെ പിന്നെ ഞാൻ വായൻ്റെ ഇലയിലേക്ക് ഒരു ചട്ടിയിൽ വായൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിനി. തേങ്ങാപ്പാൽ ആ മീനിൻ്റെ മേലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടുകൊടുത്ത്, ഇഞ്ചി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മാങ്ങ പീസ് ഉണ്ടായിനി, അതും അങ്ങോട്ട് ഇട്ട്. പച്ചമുളക് നല്ല സ്റ്റൈലായിട്ട് അരിഞ്ഞ് വെച്ചിനി, അതും അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കുരുമുളകും ഇട്ട് കുറച്ച് ഉപ്പിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വെച്ച്. അങ്ങനെ അത് തിളച്ച് സെറ്റായി വന്ന് സംഭവമൊക്കെ റെഡിയായി. ഇതൊരു നടക്ക് പോകുന്നു തോന്നണില്ല. ഈ പാചകം ചെയ്യുമ്പോൾ വാചകം അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പെട്ട കാര്യമാണ്. എന്താണ് എല്ലാവർക്കും അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്, എനിക്കെന്താ അങ്ങനെ പറയാൻ കഴിയാത്തത്? അല്ലെങ്കിൽ ഭയങ്കര വാചകം വരുന്നതാണ്. പക്ഷേ ഈ വോയിസ് ഇങ്ങോട്ട് കൊടുക്കാൻ വരുമ്പോൾ ഈ പാചകം വരില്ല, പാചകം മാത്രമേ വരുള്ളൂ. അതിൻ്റെ കുഴപ്പമാണോ അതോ എല്ലാവരുടെ കുഴപ്പമാണോ അറിയില്ല. പിന്നെ ഇവിടെ കുറച്ച് പത്തിരി കണ്ടേനി, ഇതങ്ങോട്ട് മുക്കി തിന്ന് എനിക്കൊന്നും പറയാൻ കിട്ടില്ല. ശരിയാവയ്ക്കൂലേ, ഇതിൻ്റെ മാത്രം കുഴപ്പമാണോ എന്തോ. അങ്ങനെ അതൊക്കെ ശരിയായി. 2 കറക്കൊക്കെ കറക്കി ഫിഷ് നിർവാണം ഇവിടെ റെഡിയായി. ഇത് ചോറും കൂട്ടി അങ്ങോട്ട് തട്ടി. അതിൻ്റെ ശേഷം എൻ്റെ മോൻ്റെ മുടി വെട്ടാണ്ടേനി, അതിന് പോയി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ.